രാജു ഒരു കാർ ഡ്രൈവറായിരുന്നു. ഒരിക്കൽ അവന്റെ കാറിൽ ഒരു ബിസിനസ്മാൻ കയറി ഒരിടത്തേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു. യാത്രക്കിടയിൽ അയാൾ രാജുവിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. "നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്?" അയാൾ ചോദിച്ചു. "10ാം ക്ലാസ് വരെ," അവൻ മറുപടി പറഞ്ഞു. "എന്താടോ, നീ നിന്റെ ജീവിതം വേസ്റ്റാക്കി കളഞ്ഞല്ലോ." "ഇത് സ്വന്തം കാറാണോ?" "അല്ല സാർ, വാടകയ്ക്കാണ്." "എന്താടോ, നിനക്കൊരു സ്വന്തം കാർ പോലുമില്ലേ? നിന്റെ ജീവിതമേ വേസ്റ്റാക്കി കളഞ്ഞല്ലോ." അങ്ങനെ അവനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ വലിയ ആൾ, പണക്കാരൻ, ഭയങ്കര സ്വാധീനമുള്ളവൻ എന്നെല്ലാം അദ്ദേഹം സമർത്ഥിച്ചു. മാത്രമല്ല അവൻ മറുപടി പറയുമ്പോൾ അവനെ പരിഹസിക്കുകയും ചെയ്തു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറിന്റെ കൺട്രോൾ പോയി. രാജു ടെൻഷനോടെ പറഞ്ഞു, "സാർ, കാറിന്റെ കൺട്രോൾ പോയി, നിർത്താൻ സാധിക്കുന്നില്ല. അയ്യോ, ബ്രേക്ക് പിടിച്ച് എങ്ങനെയെങ്കിലും നിർത്തടോ." "ഇല്ല സാർ, ബ്രേക്ക് പിടിച്ചിട്ട് നിൽക്കുന്നില്ല. ബ്രേക്ക് പോയെന്നാ തോന്നുന്നത്." "ഒരു കാര്യം ചെയ്യ്, സാറിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ചാട്." അതിന് അയാൾ, "അയ്യോ, എനിക്ക് ചാടുവാൻ അറിയില്ല. അതും ഓടുന്ന കാറിൽ നിന്ന് ചാടുവാനൊന്നും പറ്റില്ല. കണ്ടോ, രാജുവിന് ഒന്നുമേ അറിയില്ല. അവൻ ജീവിതമേ വേസ്റ്റാക്കി" എന്ന് ആ മനുഷ്യൻ കളിയാക്കി. എന്നാൽ അവൻ ആ കാറിൽ നിന്ന് സുരക്ഷിതമായി ചാടി ചെറിയ മുറിവുകളുമായി രക്ഷപ്പെട്ടു. എന്നാൽ കാറിൽ തന്നെ ഇരുന്ന ആ വലിയ മനുഷ്യൻ വലിയ ആപത്തിൽപ്പെട്ടു. ഇതുപോലെയാണ് നാമും. നമുക്കെല്ലാം അറിയാം, മറ്റുള്ളവർക്കൊന്നും അറിയില്ല എന്ന് നാം പലപ്പോഴും ചിന്തിക്കും. എന്തെല്ലാം അറിയാവുന്ന ആളാണെങ്കിലും ശരിയായ സമയത്ത് ചാടി തന്റെ ജീവൻ രക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ അത് രാജുവിന് അറിയാമായിരുന്നു. ഒരിക്കലും നാം വലുതും നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ചെറിയവരും എന്ന ചിന്ത നമ്മിൽ വരാനേ പാടില്ല. നിനക്ക് കഴിവില്ല എന്ന് മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ താഴ്ത്തിക്കെട്ടാനും പാടില്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന് വചനം പറയുന്നു.